നമ്മൾ ഒരു ബ്രേസ്ലെറ്റ് റീസൈസ് ചെയ്യാൻ പോവുകയാണ്. എന്റെ ഒരു സുഹൃത്തിന്റെ ബ്രേസ്ലെറ്റാണിത്. അവൾക്ക് ഇത് അല്പം ചെറുതായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് അളവാക്കാൻ വേണ്ടി അവൾ ഇത് എന്നെ ഏൽപ്പിച്ചതാണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിയ നല്ല ഭംഗിയുള്ള കരിമണി മുത്തുകളാണിത്. അവളുടെ കൈയളവിലുള്ള ഒരു നൂലും തന്നിട്ടുണ്ട്. സാധാരണ ബ്രേസ്ലെറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇലാസ്റ്റിക് കോർഡിനേക്കാൾ ഈടുനിൽക്കുന്നതും സ്ട്രെച്ചബിളുമായ ഇലാസ്റ്റിക് റോപ്പ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അവളുടെ കൈയിന്റെ കൃത്യമായ അളവ് എടുത്ത ശേഷം അവസാനം കെട്ട് ഇടാൻ സൗകര്യത്തിനായി 1-2 ഇഞ്ച് അധികം കൂട്ടി വേണം നമ്മൾ നൂലളന്നെടുക്കാൻ. ഇവിടെ നമ്മൾ സൂചിക്ക് പകരം ഒരു ചെറിയ മെറ്റൽ വയർ കഷ്ണമാണ് ഉപയോഗിക്കുന്നത്. നൂൽ ഒരു ലൂപ്പ് ആയിട്ടാണ് എടുക്കുന്നത് എന്നതുകൊണ്ട് മുത്തുകൾ കോർത്ത് കഴിഞ്ഞു നൂൽ പൊട്ടിക്കാതെ തന്നെ കെട്ടിടുന്നതിന് എളുപ്പത്തിൽ ഈ വയർ സഹായിക്കും. വിശദമായി വീഡിയോ അവസാനം ഇത് കാണാൻ സാധിക്കുന്നതാണ്. ബ്രേസ്ലെറ്റിന് ഭംഗി കൂട്ടാൻ ഒരു ചെറിയ ടാസൽ കൂടി വേണമെന്ന് സുഹൃത്ത് പറഞ്ഞിരുന്നു. ഇതിനായി നമ്മൾ മാറ്റിവെച്ച മുത്തുകളും ഒരു ഹെഡ് പിൻ, ചെറിയൊരു സിൽവർ ചെയിനുമാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഹെഡ് പിന്നിലേക്ക് മുത്തുകൾ കോർക്കാം. ബാക്കി വരുന്ന കമ്പി മുറിച്ചു കളഞ്ഞ ശേഷം അതൊരു ഹുക്ക് പോലെ വളച്ചെടുക്കണം. ഹുക്കിലേക്ക് ചെയിനിന്റെ ഒരു അറ്റം ഘടിപ്പിക്കാം. ഇതുപോലെ തന്നെ രണ്ടാമത്തെ മുത്തും നമുക്ക് ചെയ്തെടുക്കാം. ഇതിനുശേഷം ഈ ചെയിനിനെ 2 വരികളായി മടക്കി അതിന്റെ മുകളിലത്തെ കണ്ണിയിലൂടെ ഇലാസ്റ്റിക് റോപ്പ് കോർത്തെടുക്കാം. ഇനി ബാക്കിയുള്ള മുത്തുകൾ കൂടി കോർത്ത് നമുക്ക് ബ്രേസ്ലെറ്റ് പൂർത്തിയാക്കാം. എല്ലാ മുത്തുകളും മെറ്റൽ വയർ ഇരിക്കുന്ന വശത്തേക്ക് നീക്കി വെച്ച ശേഷം നൂലിന്റെ അടിയിലുള്ള ക്ലിപ്പ് മാറ്റാം. ഇനി മെറ്റൽ വയർ ഊരി മാറ്റി നൂലിന്റെ ഒരു അറ്റം മറുവശത്തെ ലൂപ്പിനുള്ളിലൂടെ കടത്തിയെടുക്കാം. ലൂപ്പിലൂടെ കടത്തിയ നൂലിന്റെ അറ്റം നന്നായി വലിച്ചു മുറുക്കി ഒന്നിലധികം കെട്ടുകൾ ഇടുക. ഇലാസ്റ്റിക് റോപ്പ് ആയതുകൊണ്ട് കെട്ടുകൾ അയഞ്ഞു പോകാതിരിക്കാൻ നല്ല ബലത്തിൽ തന്നെ കെട്ടണം. ബാക്കി നിൽക്കുന്ന നൂൽ മുറിച്ചു മാറ്റാം. ഈ കെട്ട് കാണാതിരിക്കാൻ അടുത്തുള്ള മുത്തിനുള്ളിലേക്ക് പതുക്കെ തള്ളി വെച്ചാൽ ബ്രേസ്ലെറ്റ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും.